എല്ലാവർക്കും എൻ്റെ ഹരേ കൃഷ്ണ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു തേർഡ് പാർട്ടി, അതായത് ഒരു മൂന്നാമത്തെ ഒരു വ്യക്തി നിങ്ങൾക്കിടയിലുണ്ട്. നിങ്ങളുടെ പാർട്ട്ണർ ആയിട്ടുള്ള നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ട്ണർക്കും ഇടയിൽ ഒരു മൂന്നാമതൊരു വ്യക്തിയുടെ സ്വാധീനം ഉണ്ട്. അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും. അപ്പം ഈ റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിവാഹം കഴിച്ചവരുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാവാം, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ തമ്മിൽ പ്രണയിക്കുന്ന വ്യക്തികളാവാം. നിങ്ങളുടെ ഇടയിൽ ഒരു മൂന്നാമത് വ്യക്തി ഉണ്ടെങ്കിൽ അത് ആ ഒരു ബന്ധത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പോൾ എങ്ങനെയാണ്, അതിൻ്റെ ഫ്യൂച്ചർ എന്താണെന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഇത് എപ്പോൾ കാണും, നിങ്ങളിത് എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ തന്നെ ഇത് റെസൊണേറ്റ് ആവുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി ഉണ്ട്, അതും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എന്താണ് നിങ്ങളുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും നോക്കാം. ഇത് നിങ്ങളെ വിട്ടുപോയൊരു വ്യക്തിയാവാം, നിലവിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ളവരാവാം, നിങ്ങൾക്കിതിനെപ്പറ്റി അറിവുള്ളവരായിരിക്കാം. തേർഡ് പാർട്ടിയെ പറ്റി നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ അവസ്ഥ. ഇപ്പോൾ തേർഡ് പാർട്ടി റിലേഷൻസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നോക്കാൻ പോകുന്നത്. അതായത് നിങ്ങളെ ഇട്ടുപോയൊരു വ്യക്തിയാണ്, നിങ്ങളെ വിട്ട് വേറൊരു വ്യക്തിയുടെ കൂടെ പോയൊരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഇപ്പോഴാ ഒരു വ്യക്തി നെഞ്ച് നീറുകയാണ്, നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കുകയാണ്, നെഞ്ച് നീറി കരയുകയാണ് ആ ഒരു വ്യക്തി നിങ്ങൾക്കായിട്ട്. അത്രത്തോളം ആ ഒരു വ്യക്തി വഞ്ചിക്കപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. ഇതൊരു ഒബ്സഷനായിട്ട് പോയതൊരു വ്യക്തിയാണ്. അതായത് ഒരു സെക്ഷുവൽ താല്പര്യങ്ങൾക്കായിട്ട്, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു നേട്ടത്തിനായിട്ട്, ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ട്, ഒരു സാമ്പത്തിക അതിനൊക്കെ വേണ്ടി പോയൊരു വ്യക്തിയാണ്. നിങ്ങളെ കളഞ്ഞിട്ട് തേർഡ് പാർട്ടിയുടെ പുറകിൽ പോയ ഒരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലെന്ന് പറയത്തില്ലേ, ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും, അല്ലെങ്കിൽ ലീവിങ് ഡെത്ത് എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി പോകുന്നത്. അത്രത്തോളം നിങ്ങളുടെ ഹൃദയഭേദകമായ അത്രത്തോളം ആ ഒരു വ്യക്തി വേദനാജനകമായ ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അവർ പ്രതീക്ഷിച്ച ഒന്നും അവർക്ക് കിട്ടിയിട്ടില്ല എന്നാണ് കാണുന്നത്. അവർ വഞ്ചിക്കപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. നിലവിൽ ആ ഒരു വ്യക്തി നെഞ്ച് നീറി നിങ്ങളുടെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കുകയാണ്. അവരത്രത്തോളം വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ബന്ധത്തിൽ. ഇപ്പോൾ അവരുള്ള ആ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൽ അവരൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ആ തേർഡ് പാർട്ടി മൂലം അവർ അത്രത്തോളം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരൊരു ഇടവേള എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാര്യങ്ങളെ അവരൊറ്റയ്ക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു താൽക്കാലിക ഇടവേള, ഒരു ആത്മാന്വേഷണം നടത്തുന്നുണ്ട് ആ ഒരു വ്യക്തി, അല്ലെങ്കിൽ അവർക്കൊരു ആത്മബോധം വരുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്, ഒരു അന്തർബോധം. നിങ്ങളെന്തായിരുന്നു, നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. അത്രത്തോളം അവർ വിഷമിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അത്രത്തോളം അവർ വിഷമിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ബന്ധമാണിത്. തീർച്ചയായിട്ടും അവർക്കൊട്ട് ഹാപ്പി അല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലത്തെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവരൊട്ട് ഹാപ്പി അല്ല. അവരൊരുപാട് പ്രതീക്ഷയൊക്കെ കൊടുത്തു പോയൊരു ബന്ധമാണ്. അതായത് നിങ്ങളെക്കാൾ പ്രാധാന്യം കൊടുത്തു പോയത് ഒരു സെക്ഷുവൽ ആയിട്ടുള്ള ഒരു അട്രാക്ഷനാണ് കൂടുതൽ ഇവിടെ ഉണ്ടായിരുന്നത്. ഒരു ഫിസിക്കൽ നീഡ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെ ഒരു മാനസിക പരിഗണന അവർക്ക് ലഭിച്ചിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം നിലവിലത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ ആ ഒരു വ്യക്തി കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് കാർഡും കൂടി എടുത്ത് നോക്കാം, എന്താണ് ഈ ഒരു ബന്ധത്തിൻ്റെ നിലവിലത്തെ അവസ്ഥയും നോക്കാം. അതായത് അവരിതിൽ നിന്ന് പുറത്ത് കിടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഇപ്പോഴത്തെ ചിന്തകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ നിന്ന് അവർ പുറത്ത് കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനവർ പല വഴികൾ നോക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവർക്ക് ഇതിൽ നിന്നൊന്ന് പുറത്ത് കടന്നാൽ മതി എന്നുള്ളൊരു ചിന്തയാണ്. നിങ്ങൾ ഉപേക്ഷിച്ച് തേർഡ് പാർട്ടിയുടെ കൂടെ പോയതാണ്. പക്ഷെ എന്ത് പറയാനാണ്, ഇപ്പം
നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ ആരായിരുന്നു, എന്തായിരുന്നു, നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം, ആത്മാർത്ഥതയൊന്നും അവർക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. ഈ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് നിന്ന് അവർക്കൊന്നും കിട്ടിയിട്ടില്ല. അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളെന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള റിലേഷനായിട്ട് തോന്നുന്നുണ്ട്, പാഷൻ തോന്നുന്നുണ്ട് നിങ്ങളുടെ അടുത്ത്. അതുപോലെ തന്നെ ഇത് അവർക്കറിയാൻ പറ്റും, അവർക്ക് മനസ്സിലാകുന്നുണ്ട്, തീർച്ചയായിട്ടും അവർക്ക് അനുകൂലമായ കാര്യങ്ങൾ വരും, അവർക്കൊരു നീതി ലഭിക്കുമെന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അത്രത്തോളം അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ. അപ്പം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെപ്പറ്റി. അത്രമാത്രം വേദനയിലും അവർ നിങ്ങളുടെ കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്, നിങ്ങളെ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെപ്പറ്റി. അങ്ങനെയാണ് അവർ എന്തെങ്കിലും ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റുമെന്ന് അവർക്കൊരു ഹോപ്പുണ്ട്, ഒരു ജീവിതത്തെക്കുറിച്ച് അവർക്ക് പ്രതീക്ഷയുണ്ട്. നിങ്ങൾ ഉള്ളത് കൊണ്ട് അവർക്ക് ജീവിക്കണം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അവരെ സൂയിസൈഡ് ചെയ്യാനൊക്കെ ഇരുന്നവരാണ്, ആത്മഹത്യയൊക്കെ ചെയ്യാനായിട്ടിരുന്ന ആൾക്കാരാണ്, അവരുടെ ജീവിതം തന്നെ അവസാനിപ്പിക്കാനായിട്ടിരുന്ന വ്യക്തികളാണ്. പക്ഷേ നിങ്ങളെന്ന് പറയുന്നൊരു വ്യക്തിയാണ് അവർക്ക് ജീവിക്കാനായിട്ട് പിന്നെയും ഒരു പ്രചോദനമൊക്കെ ആവുന്നത്. അപ്പം വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. തേർഡ് പാർട്ടി റിലേഷൻസ് അവരൊട്ടും ഹാപ്പിയല്ല. അത്രത്തോളം അവർ പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയാണ് ആ ഒരു തേർഡ് പാർട്ടി മൂലം അത്രത്തോളം ഒരു പെയിൻഫുൾ സിറ്റുവേഷനാണ് അവർക്ക് അവരുടെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെക്കുറിച്ച് കുറേ രഹസ്യങ്ങളൊക്കെ അവർക്ക് അറിയുന്നുണ്ട്. അതവർക്ക് ഒട്ടും താങ്ങാനായിട്ട് പറ്റുന്നില്ല. ആ ഒരു തേർഡ് പാർട്ടിക്ക് നിലവിൽ വേറൊരു റിലേഷനൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്, വേറൊരു റിലേഷൻഷിപ്പിലുള്ളൊരു വ്യക്തിയാവും ആ ഒരു തേർഡ് പാർട്ടി. അതൊന്നും അവർക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഒരു എക്സ്ട്രാ മാരിറ്റൽ, അതായത് നിങ്ങളെ വിട്ട് അവർ പോയത് വേറൊരു തേർഡ് പാർട്ടിയോട് കൂടിയാണ്. ആ ഒരു തേർഡ് പാർട്ടിക്കും വേറൊരു അഫക്ഷനൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അവർ ഇൻഡ്യൂട്ടീവ്ലി ചിന്തിക്കുന്നുണ്ട് പല കാര്യങ്ങളും. പക്ഷെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവർ ചതിക്കപ്പെട്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ അവർക്ക് വഞ്ചിക്കപ്പെട്ടതായിട്ടാണ് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഇപ്പോഴത്തെ അവസ്ഥ അവരെ ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരൊരു ഹാങ്ഡ് മാൻ എന്ന് പറഞ്ഞൊരു അവസ്ഥയിലാണ്. അവരെ ജീവിതത്തിൽ നിന്ന് അവർ പുറത്തു വരാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന്. പക്ഷെ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. എപ്പോൾ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുമെന്ന് നോക്കാം. എപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു വ്യക്തി തിരിച്ചു വരുമെന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിനൊരു ന്യൂ സ്റ്റാർട്ട് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു 10 ഹൗസോട് സൂചിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ ബന്ധത്തിന് ഒരു വീൽ ഓഫ് ഫോർച്യൂൺ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ബന്ധത്തിനൊരു ഫ്യൂച്ചർ ഉണ്ടാകുന്നുണ്ട്. ഒരു 10 വീക്സ് അല്ലെങ്കിൽ ഒരു 4 മന്ത്സിനുള്ളിൽ തീർച്ചയായിട്ടും ഇതിനൊരു റീയൂണിയൻ കാണുന്നുണ്ട്. ഇവിടെ ഒരു 7 ഹൗസോട് വന്നിട്ടുണ്ട്. ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുമായിട്ട് പാസ്റ്റ് ലൈഫിലുണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പ്രത്യാശ വരുന്നുണ്ട്, ഒരു ഡിസിഷൻ നിങ്ങൾക്കായിട്ട് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തേർഡ് പാർട്ടി റിലേഷൻഷിപ്പൊക്കെ എൻഡായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അവരൊരു കോൺഫിഡൻസ് ഒക്കെ അവർക്ക് വരുന്നുണ്ട്. ഇവിടെ ഒരു 8 നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 8, 10 നമ്പറുകളൊക്കെ ഇമ്പോർട്ടൻസ് ആണ്, വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. തീർച്ചയായിട്ടും അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഈ ഒരു ബന്ധത്തെപ്പറ്റി. അതുപോലെ തന്നെ 9 ഓഫ് പെൻറ്റക്കിൾ എന്ന് പറഞ്ഞൊരു പ്രതീക്ഷ അവർക്ക് തരുന്നുണ്ട്. നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം അവർക്ക് പ്രഷ്യസ് ആയിട്ട് ഒന്നായിട്ട് കാണുന്നുണ്ട്. ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ പോയപ്പോഴാണ് നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കുന്നത്. അത്രത്തോളം അവർ വിഷമിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അവരെ ഒരുപാട് വേദനയിൽ ആഴ്ത്തുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷൻ. അപ്പം നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുവാണ്. തേർഡ് പാർട്ടി ബന്ധമൊക്കെ അവസാനിപ്പിച്ച് നിലവിലത്തെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവരൊട്ട് ഹാപ്പിയല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു തേർഡ് പാർട്ടി മൂലം അവർ ഒരുപാട് മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവരുടെ മരണം വരെ അവർ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ ഒരു തേർഡ് പാർട്ടി മൂലം. അങ്ങനെയൊക്കെയാണ് തീർച്ചയായിട്ടും. പക്ഷെ നിങ്ങളെന്ന് പറയുന്നൊരു വ്യക്തിയാണ് അവർക്കൊരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം, ജീവിക്കണമെന്ന് മുന്നോട്ട് പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരു ഗൈഡൻസാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഗൈഡൻസാണ്. നിങ്ങളുടെ വ്യക്തിയുടെ എന്താണ് നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് എന്ന് നോക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ ലവ് മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ലവ് മെസ്സേജ് എടുത്ത് നോക്കാം നിങ്ങളുടെ വ്യക്തിയുടെ.
ഹോൾഡിംഗ് ടു എ റിലേഷൻഷിപ്പ് പോസിബിളി ഔട്ട് ഓഫ് ഫിയർ ഓഫ് ചേഞ്ച് ഓർ ഇൻസെക്യൂരിറ്റി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ റീഡിംഗ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് എനിക്ക് എൻ്റെ റീഡിങ്ങിൽ നിന്ന് മനസ്സിലായത്. അപ്പം എൻ്റെ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ ഉണ്ട്, അതും കൂടെ ചെയ്യുക. അപ്പം മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നിടം വരെ ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ, ഗുരുവായൂരപ്പ. അപ്പോൾ എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ, എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.